ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദിലല്ലാഹ് اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم وقيل لهم أين ما كنتم تعبدون من دون الله هل ينصرونكم أو ينتصرون رب اشرح لي صدري ويسر لي أمري സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സൂക്ഷിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണം ഒന്നിന്റെയും അവസാനമല്ല എന്നും വലിയൊരു ജീവിതത്തിലേക്കുള്ള ആരംഭമാണ് മരണമെന്നും ആ ലോകത്തുള്ള ജീവിതത്തിന് നമുക്ക് സാക്ഷികളായി അള്ളാഹു നിശ്ചയിക്കുന്ന ശരീരത്തിന്റെ അവയവങ്ങളായിരിക്കും സാക്ഷികളൊന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി. ആ ചോദ്യം ചെയ്യപ്പെടുന്ന അള്ളാഹുവിന്റെ മുൻപിൽ ഈ ലോകത്ത് അള്ളാഹുത്താല നമുക്ക് എന്തൊക്കെ നൽകിയിട്ടുണ്ടോ ആ നൽകപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. അത് ആരോഗ്യമാണെങ്കിലും സമ്പത്താണെങ്കിലും മറ്റൊരാൾക്ക് അള്ളാഹു നൽകാത്ത മറ്റേത് വലുതും ചെറുതുമായ എന്തൊക്കെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടോ അതെല്ലാം ചോദ്യം ചെയ്യപ്പെടാതെ ലാ തസൂലു ഖദമ, അള്ളാഹുവിന്റെ മുൻപിൽ വെച്ചൊരടി കാല് അനക്കാനോ പിന്നോട്ടാക്കാനോ ലോകത്തൊരടിമകൾക്കും അള്ളാഹുത്താല അവകാശം നൽകുകയില്ല. അതുകൊണ്ടാണ് ഒരു നട്ടപ്പാതിര നേരത്ത് വിശപ്പിന്റെ ശക്തി കൊണ്ട് എഴുന്നേറ്റ് നടന്ന അള്ളാഹുവിന്റെ ഹബീബിനും കൂട്ടത്തിലുണ്ടായിരുന്ന സിദ്ദീഖുൽ അക്ബർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമ 3 പേർക്കും കൂടി ഒരു വീട്ടിൽ നിന്നും അല്പം കാരക്ക ലഭിച്ചപ്പോ ആ കാരക്കയുടെ കഷണങ്ങൾ എടുത്ത് അതിലൊരു കാരക്ക ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് അള്ളാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയായിരുന്നു, വല്ലാഹി സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏതനുഗ്രഹങ്ങളാവട്ടെ
ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ടിട്ടല്ലാതെ ഒരാളും അള്ളാഹുവിന്റെ മുൻപിൽ നിന്നും വിട്ടുകിടക്കുകയില്ല. ഇന്ന് പലർക്കും ഒരു ധാരണയുണ്ട്, അനുഗ്രഹങ്ങൾ എന്നാൽ അത് സമ്പത്താണ്, ആരോഗ്യമാണ് എന്നൊക്കെ. അള്ളാഹു ഒരു മനുഷ്യന് അസുഖം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അത് അനുഗ്രഹമായിരിക്കും. അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, അവന്റെ ജീവിതം അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ. ഇനിയൊരാൾക്ക് അള്ളാഹു സമ്പത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ അതും അനുഗ്രഹമായിരിക്കും. കാരണം അള്ളാഹുവിന്റെ തിരുദൂതൻ ഒരിക്കൽ പറഞ്ഞു, പണക്കാര് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന്റെ 40 കൊല്ലം മുൻപ് ദരിദ്രന്മാർ സ്വർഗത്തിൽ പ്രവേശിക്കും. കാരണം അവന്റെ ഉത്തരവാദിത്വത്തിലുള്ള പണത്തെക്കുറിച്ചുള്ള ചോദ്യം കുറവാ. 100 കിടക്കേണ്ട സ്ഥാനത്ത് 1000 കിടന്നു. ആ 1000 പെരുപ്പിക്കാൻ 10,000-ത്തിലേക്ക് ഇടപെട്ടു. ആ 10,000 ലക്ഷങ്ങളായി കോടികളാകുമ്പോ ഇതൊക്കെ എന്റെ ബിസിനസ് ശ്രദ്ധിക്കും, എന്റെ ത്യാഗവും എന്ന് ചിന്തിക്കാനല്ല അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. മറിച്ച് ഓരോ അണയെക്കുറിച്ചും ഓരോ പണത്തെക്കുറിച്ചും നിങ്ങളെ ചോദ്യങ്ങൾ വലുതാവുകയാണ് എന്ന് കരുതി ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പമാക്കാൻ പറ്റും. അള്ളാഹു നൽകുന്നതോടൊപ്പം അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നതോടുകൂടി പല ചോദ്യങ്ങളും നിങ്ങൾക്ക് ലഘൂകരിക്കപ്പെടും. പകരം കിട്ടുന്നതെല്ലാം വാരിപ്പിടിച്ച് മാത്രം വെക്കുകയാണെങ്കിൽ നമ്മളെ സന്തോഷത്തിനും നമ്മളെ സൗകര്യത്തിനും നമ്മളെ ഹാപ്പിനെസിനും വേണ്ടി മാത്രമേ ചെലവാക്കുന്നുള്ളൂ എങ്കിൽ ചോദ്യങ്ങൾ കൂടും. ആ ചോദ്യങ്ങൾ നമുക്ക് അള്ളാഹുവിന്റെ മുൻപിൽ വലിയ സങ്കടങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയതും എന്തൊക്കെയാണ് അള്ളാഹു പരലോകത്ത് ചോദിക്കുക, ഏതൊക്കെ ചോദ്യങ്ങളാണ് ഒരടിമ നേരിടേണ്ടി വരിക. അവന്റെ വിശ്വാസത്തിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് ശിർക്കിനെ കുറിച്ചും കുഫറിനെ കുറിച്ചുമായിരിക്കും. ആ ശിർക്കിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമില്ലെങ്കിൽ, ആ ചോദ്യത്തിന് മുൻപിൽ അവൻ പരാജയപ്പെടുകയാണെങ്കിൽ ഫഖദ് ഫസദ കുല്ലുഹു, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു ചോദ്യത്തിനും നമുക്ക് അള്ളാഹുവിനോട് ഉത്തരം പറയാൻ സാധിക്കുകയില്ല. അത് നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, ഹജ്ജാവട്ടെ, സക്കാത്താവട്ടെ, അള്ളാഹുവിന്റെ തുടക്കത്തിലുള്ള ചോദ്യത്തിന്റെ ഉത്തരമില്ലെങ്കിൽ, ആ ചോദ്യത്തിൽ പരാജയപ്പെട്ടാൽ പിന്നീട് അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്താലും അത് അള്ളാഹുവിന്റെ മുൻപിൽ സ്വീകരിക്കപ്പെടുന്നില്ല. കാരണം ഒന്നാമത്തെ ചോദ്യം ശിർക്കിനെ കുറിച്ചാണ്. മലയാള ഭാഷയിൽ ശിർക്ക് എന്ന വാക്കിന്റെ അർത്ഥം പങ്കു ചേർക്കുക, പകരക്കാരൻ ഉണ്ടാക്കുക, ആ പകരമുള്ള അവസ്ഥയിലേക്ക് ആ മനസ്സിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ ഓർമ്മപ്പെടുത്തിയതും മരണത്തിന്റെ മുൻപ് ശിർക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അവന്റെ ഏത് പാപവും അള്ളാഹു പുറത്തെടുക്കും. അവൻ കടലിൽ നുരയോളം തെറ്റ് ചെയ്തിട്ടുണ്ടോ, അവൻ വ്യഭിചരിച്ചിട്ടുണ്ടോ, അവൻ കട്ടിട്ടുണ്ടോ, ഏത് പാപവും റബ്ബ് അവന് പൊരുത്തപ്പെട്ടു കൊടുക്കും. എന്തുണ്ടെങ്കിൽ ഒന്നാമത്തെ ചോദ്യം അവൻ വിജയിക്കുകയാണെങ്കിൽ. ഇതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും ജീവിതത്തിൽ ശിർക്ക് പറ്റരുത് എന്നും ശിർക്കിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണമെന്നും ആവർത്തിച്ചാവർത്തിച്ച് പ്രവാചകന്മാരും ഉലമാക്കളും രേഖപ്പെടുത്താനുള്ള കാരണം. പക്ഷെ ഇന്ന് ശിർക്കിനെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോ നമുക്ക് കേൾക്കേണ്ട ഒരു ആക്ഷേപം എന്താ? അവര് ഞങ്ങളെ മുശ്രിക്കീങ്ങളാക്കി, ഞങ്ങളെയൊക്കെ അവര് മുശ്രിക്കീങ്ങളാക്കി, ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാ, ഞങ്ങൾ മുശ്രിക്കീങ്ങളാ, ഞങ്ങളൊക്കെ ശിർക്കിന്റെ ആളുകളാ എന്ന് വ്യാഖ്യാനിക്കുന്നു എന്ന ആക്ഷേപം ഭയപ്പെട്ടതുകൊണ്ട് ചിലരെങ്കിലും ചില കാര്യങ്ങൾ മൂടിവെക്കുകയും പറയാൻ മടിക്കുകയും ചെയ്യാനുള്ള കാരണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തൊരാൾക്കും മറ്റൊരാളെ നോക്കി നീ മുശ്രിക്കാണ് എന്ന് പറയാൻ അവകാശമില്ല. അതാരും ഇക്കാലഘട്ടം വരെ പറഞ്ഞിട്ടുമില്ല. പക്ഷേ നീ ചെയ്യുന്നതിൽ ശിർക്കുണ്ട്, ആ ചെയ്യുന്ന പ്രവൃത്തി ശിർക്കൻ രീതിയാണ്. അത് ശിർക്കിലേക്കും വലിയ അബദ്ധത്തിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് ഒരിക്കലും മുശ്രിക്കാക്കലോ അവൻ മുശ്രിക്കാണെന്ന് ആക്ഷേപിക്കലോ അല്ല. കാരണം ഇവിടെ നമ്മൾ ബോധ്യപ്പെടേണ്ട ഒരു വിഷയം, ശിർക്ക് എന്നുള്ള വാക്കിന്റെ മറുഭാഗം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതൊരിക്കലും അടിമകൾക്ക് അല്ലാഹു കൊടുത്തിട്ടില്ല. ഏതുപോലെ നമുക്കൊരാളോട് പറയാം, ആ പാത്രം എനിക്ക് എടുത്തു തരുമോ,
എന്നവന്റെ കഴിവിൽപ്പെട്ടതാ. പക്ഷെ ഒരു വ്യക്തിയോട് എനിക്ക് സ്വർഗം തരുമോ, എന്റെ സൂക്കേട് മാറ്റിത്തരുമോ, എന്റെ യാത്ര എളുപ്പമാക്കി തരുമോ, എന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുമോ എന്ന് ചോദിക്കുന്നത് അള്ളാഹുവിന് അവകാശപ്പെട്ട കാര്യത്തിൽ അവന്റെ ശ്രേഷ്ഠതയിൽ നമ്മൾ കൈകടത്തല. അള്ളാഹുവിന്റെ ശ്രേഷ്ഠത ലോകത്തൊരടിമകൾക്കും അല്ല കൊടുത്തിട്ടില്ല. ഏതുപോലെ ഹൈന്ദവ സഹോദരന്മാർ വിശ്വസിക്കുന്നത് പോലെ കടലിനൊരു ദൈവം, ആകാശത്തിനൊരു ദൈവം, അല്ലെങ്കിൽ സൂര്യൻ ഭഗവാൻ, ഇന്ന കാര്യത്തിന് വേറൊരു ദൈവം, ഈ കാര്യത്തിന് വേറൊരു ദൈവം എന്ന നിലക്ക് ഒരു കാര്യത്തിന്റെ ഉത്തരവാദിത്വവും റബ്ബിന് അവകാശപ്പെട്ട ശ്രേഷ്ഠതയും അള്ള ലോകത്ത് മറ്റൊരടിമകൾക്കും കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തു എന്ന് പറയുന്നവർ പറയുന്നൊരു ന്യായം എന്താ? അവർക്ക് റബ്ബ് കൊടുത്ത കഴിവിൽ നിന്നാ ഞങ്ങൾ അത് ചോദിക്കുന്നത്. മമ്പറത്ത് പോയാലും മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാലും എന്തിന് ഷെയ്ഖിന്റെ പള്ളി പോയാലും ചിലരതിനെ ന്യായീകരിക്കുന്ന രീതി അവർക്കല്ല കൊടുത്തതിൽ നിന്നല്ലേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. അവർക്കല്ലത് കൊടുത്തിട്ടുണ്ടെന്ന് അള്ളാഹുവിനും അവർക്കുമല്ലാതെ ലോകത്തൊരാൾക്കും അറിയില്ല. അതാണ് കറാമത്ത്. അതാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതും. അതവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവര് പോലും തിരിച്ചറിയുന്നത് ഒരു പക്ഷേ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. ഇന്ന് ചില കുടുംബത്തിൽ ചിലർ പറയാറില്ലേ, നിന്റെ ബദിരീങ്ങളെ നിങ്ങൾ കാത്തോളണേ, നിന്റെ മമ്പർത്തങ്ങളെ നിങ്ങൾ കാത്തോളണേ. ആ രീതിയാണ് ശിർക്കാണ് എന്ന് അള്ളാഹു പരിചയപ്പെടുത്താനുള്ള കാരണം. ഇത് ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ വ്യാഖ്യാനമോ അവര് പഠിപ്പിച്ചതോ അല്ല. മക്കയിൽ പ്രവാചകൻ നിയോഗിക്കപ്പെടുമ്പോ ആ നാട്ടിലെ ജനതയ്ക്ക് ഇതേ സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ റബ്ബ് അവരോട് പറഞ്ഞതും നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന്. യാത്രക്ക് പോകുമ്പോ അള്ളാഹുവിൽ വിശ്വാസമുള്ളതോടൊപ്പം അതേ കഅബന്റെ അരികിൽ ചെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അവര് നേരെ ലാത്തയുടെ കബറിങ്കൽ ചെന്ന് പറയുമായിരുന്നു, ലാത്തേ എന്റെ കച്ചവടം എളുപ്പമാക്കി തരണം, ലാത്തേ എന്റെ യാത്ര എളുപ്പമാക്കി തരണം. ഉസ്സ എന്ന മരത്തിന്റെ അരികിൽ ചെല്ലും, മനാത്തെ എന്ന കൽബിംബത്തിന്റെ അരികിൽ ചെല്ലും. ആ രീതിയാണ്. നിങ്ങൾ ശിർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആ വിളി വിളിക്കാൻ പാടില്ല ഉമ്മത്തെ. ഏതവസ്ഥയിലും എന്റെ റബ്ബ്, എല്ലാം അറിയുന്ന റബ്ബ്, ഏത് നിലക്കും സഹായിക്കാൻ കഴിവുള്ള റബ്ബ് എന്ന വിശ്വാസമാണ് തൗഹീദ്. അതിനർത്ഥം ഇന്ന് ചില യുക്തിവാദികൾ പറയുന്നത് പോലെ വെള്ളത്തിൽ മുങ്ങിത്താഴുന്നു, പുഴയിൽപ്പെട്ട് മുങ്ങിത്താഴുന്നു, അള്ളാഹുവിനെ വിളിച്ചാൽ അള്ള മായാവിയെ പോലെ വരുമോ? അതല്ല നമ്മളെ വിശ്വാസം. മുങ്ങിത്താഴുന്നവന് രക്ഷപ്പെടാൻ ഒരു കച്ചിത്തുരുമ്പെങ്കിലും മുകൾ ഭാഗത്ത് നിന്ന് ഒരു മരം കടപുഴകി വീണേക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി അവൻ ആ പുഴയിലൂടെ ഒഴുകി വന്നേക്കാം. അതിൽ കയറി രക്ഷപ്പെടണം എന്ന് പഠിപ്പിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അതിനർത്ഥം അവൻ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ അള്ള ഇല്ല എന്നല്ല. അള്ളാഹു അവൻ വിധിച്ചത് മരണമാണെങ്കിൽ ആ മരണത്തിലേക്ക് അവൻ എത്തട്ടെ. ആ വിശ്വാസമാണ് തൗഹീദ്. അതിൽ നിന്നും തടയുന്നത് ചെറുതാവട്ടെ വലുതാവട്ടെ മറ്റേത് വിളിയാവട്ടെ അത് ശിർക്ക. അതുകൊണ്ട് ആ യാത്ര പോകുമ്പോ നമ്മളെ യാത്ര മുടക്കാൻ ഒരു കറുത്ത പൂച്ചക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുമ്പോ നിങ്ങളുടെ വിശ്വാസത്തിൽ അബദ്ധം പറ്റിത്തുടങ്ങി. നിങ്ങളുടെ സ്വകാര്യതയിലും നിങ്ങളെ സന്തോഷത്തിലും ഒരു മൈനക്കോ മൂങ്ങക്കോ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പറ്റിയെന്ന് ചിന്തിക്കുമ്പോ നിങ്ങൾ ശിർക്കിലേക്ക് എത്തിപ്പെടാൻ തുടങ്ങി. മറ്റൊരുത്തന്റെ നാവും മറ്റൊരുത്തന്റെ ഏതെങ്കിലും വാക്കുകളും നിങ്ങൾക്ക് ഭീകരത സൃഷ്ടിക്കുന്നു, കരിനാക്കാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതോടുകൂടി ജീവിതത്തിൽ എന്തോ അബദ്ധം സംഭവിക്കുമെന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിശ്വാസത്തിൽ അബദ്ധം പറ്റാൻ തുടങ്ങി. അതുകൊണ്ടാ മുസ്ലിം ഉമ്മത്തെ അതൊന്നും ഒരു മുസ്ലിമിന് യോജിച്ചതല്ലെന്നും ഏത് സമയത്ത് വിളിച്ചാലും കേൾക്കാനും അറിയാനുമുള്ള മരങ്ങളെ കടപുഴക്കി വിടുന്ന, അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാവരെയും നിയന്ത്രിക്കുന്ന, മനുഷ്യന്റെ യാത്രകൾ തിരുത്തുന്ന, വാഹനത്തിന്റെ ഗതി തിരിച്ചുവിടുന്ന, കടലിന്റെ ഓളങ്ങൾക്ക് പോലും കൃത്യമായ ചലനം നിശ്ചയിക്കുന്ന ആ റബ്ബ് നിങ്ങളെ കൂടെയുണ്ടെങ്കിൽ അവര് നടുക്കടലിലാണെങ്കിലും കോട്ടക്കുള്ളിലാണെങ്കിലും മലമുകളിലാണെങ്കിലും മറ്റേത് പരന്നു കിടക്കുന്ന മരുഭൂമിയിലാണെങ്കിലും ഞാൻ അവരുടെ അടുത്തുണ്ട് റസൂലേ, എന്നോട് പ്രാർത്ഥിക്കാൻ പറ, എന്നോട് സഹായം ചോദിക്കാൻ പറ. ആ വിശ്വാസത്തിന്റെ ഇടയിലാണ് അന്നും ഇന്നും ഷിയാക്കള് കത്തിമന വെച്ചത്. മുസ്ലിം ഉമ്മത്തിലേക്ക് ഖബർ വിശ്വാസം കൊണ്ടുവന്നവരിൽ പ്രധാനികൾ ഷിയാക്കളായിരുന്നു, ഖവാരിജുകളായിരുന്നു. ആ ഖവാരിജുകൾ പറഞ്ഞു,
നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അരികിലേക്ക് അടുക്കാൻ നേർക്കുനേരെ പോകാൻ പാടില്ല. നിങ്ങൾ ആളുകൾ മുഖേന പോണം. അന്ന് തുടങ്ങിയ ഷിയാക്കളുടെ പണിയാണ് ഇന്നും കേരളക്കരയിൽ പോലും അവർ സ്വാധീനമുറപ്പിക്കാനുള്ള കാരണം. ഇന്നും ഏത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വാക്കുണ്ട്, ഇന്ന റബ്ബി കരീബുൻ മുജീബ്. എന്റെ റബ്ബ് എന്നോട് അടുത്തു നിൽക്കുന്നവനാ. എത്രത്തോളം എന്ന് ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, കണ്ടനാടിയോളം ചെരുപ്പിന്റെ വാറിനോളം നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആ റബ്ബിനോടല്ലാതെ ഒരാളോടും നിങ്ങൾ സഹായം ചോദിക്കരുത്, നിങ്ങൾ സംരക്ഷണം ആവശ്യപ്പെടരുത്, നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. നേർച്ചകളും പ്രാർത്ഥനകളും ആ റബ്ബിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇതാണ് പരലോകത്തെ ആദ്യത്തെ ചോദ്യം. ആ ചോദ്യത്തിന് വിളിക്കുന്ന സമയത്ത് അവരോട് ചോദ്യം പോലും പടച്ചോൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വഖീല ലഹും, അവരോട് അല്ലാഹു പറയും, അയ്നമാ കുൻതും തഅബുദൂൻ, എവിടെ? എനിക്ക് പുറമെ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ആളുകളൊക്കെ എവിടെ? ബദരീങ്ങൾ പറഞ്ഞിട്ടില്ല ബദരീങ്ങളെ വിളിച്ചോളാൻ. മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടില്ല മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചോളാൻ. ഏതെങ്കിലും ആളുകൾ എന്നെ വിളിച്ചാ മതി എന്ന് ലോകത്തൊരിക്കലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പോലും അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചൊരു വാക്കുണ്ട്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എങ്ങനെ മനുഷ്യരെ നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റും? വഫീ ഖൽബിക കം ഇലാഹ്. മറ്റു പലരോടും സഹായം ചോദിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ ആ കൽബ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുമെന്ന്? അതേ മാർഗമാണ് ഇന്ന് ഈ ഉമ്മത്തിനോട് നമുക്ക് പറയാനുള്ളതും. അള്ളാഹുവിനോട് മാത്രം റബ്ബ് ചോദിക്കും, മിൻ ദൂനില്ലാ, റബ്ബിന് പുറമെ ആ വിളിച്ചു പ്രാർത്ഥിച്ചവരെയൊക്കെ നിങ്ങൾ കൊണ്ടുവരി. ഹൽ യൻസുറൂനക്കും, അവര് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ? പോട്ടെ. ഔ യൻതസിറൂൻ, അവർക്കെന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ? ഈ പറഞ്ഞ വ്യക്തികൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അവരെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? മറ്റൊരായത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തി, വയൗമ യുനാദീഹിം, ആ വിളിച്ചു പറയുന്ന ദിവസം, ഫയഖൂലു, അല്ലാഹു അവരോട് ചോദിക്കും, ഐന ശുറകാഇ അല്ലദീന കുൻതും തസ്അമൂൻ, പ്രതീക്ഷയോടെ റബ്ബിനെ കൈവിട്ട് നിങ്ങൾ വിളിച്ചു തേടിയവരൊക്കെ എവിടെ? ഐന ശുറകാഇ, എവിടെ അവരൊക്കെ? നിങ്ങൾ വിളിച്ചവരോട് വരാൻ പറ, നിങ്ങളെ സഹായിക്കാൻ പറ. പ്രശ്നം പരിഹരിക്കാനും മക്കളുണ്ടാവാനും ഒരുപാട് ദർഗകളിൽ ജാറങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് സഹായം ചോദിച്ചും പ്രാർത്ഥിച്ചും നടന്നിരുന്നല്ലോ. ഐനമാ ശുറകാഇ, എവിടെയാ പങ്കുകാരൊക്കെ? അവരെയൊക്കെ വിളിച്ചോ എന്ന് പറയുമ്പം അവരോരോരുത്തരും അള്ളാന്റെ മുൻപിൽ തന്നെ ഹാജരാക്കുന്നുണ്ടാകും. അവരെ അള്ളാഹ് ഹാജരാക്കും. അവരോട് റബ്ബ് ചോദിക്കും, നിങ്ങൾ ഇവരോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഓർമ്മപ്പെടുത്തിയിരുന്നോ? നിങ്ങളോട് പ്രാർത്ഥിക്കാൻ ഓർമ്മപ്പെടുത്തിയിരുന്നോ? ഓരോരുത്തരും തിരിച്ചു പറയും, ഇല്ല റബ്ബേ, ഞങ്ങളാരും ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഏത് ചരിത്രവും നിങ്ങൾ പരിശോധിച്ചോ, ബദരീങ്ങൾ പറഞ്ഞിട്ടില്ല എന്റെ ബദരീങ്ങളെ എന്ന് വിളിക്കാൻ പറഞ്ഞിട്ടില്ല, ഉഹദീങ്ങളെ വിളിക്കാൻ പറഞ്ഞിട്ടില്ല, ഷെയ്ഖേ അല്ലെങ്കിൽ ഇന്നവരെ ബീവിയെ എന്നൊന്നും വിളിക്കാൻ ഒരാളും രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം ഈ പറയുന്ന ദർഗകളിലുള്ള ചരിത്രങ്ങളെല്ലാം പിന്നീട് നിർമ്മിക്കപ്പെട്ടതാ, എഴുതി രേഖപ്പെടുത്തപ്പെട്ടതാ. അത് തൊട്ടു മുൻപിലുള്ളതായാലും മൈലുകൾ ദൂരത്തുള്ളതാണെങ്കിലും അത് മനുഷ്യനിർമ്മിതമാണ്. ഏതവസ്ഥയിലും നിങ്ങൾ വിളിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രം. രണ്ടാമതായി കുഫറിനെ പറ്റിയും അള്ളാഹ് ചോദിക്കും. എന്താ കുഫർ? ഇന്ന് ചില ആളുകൾ അമുസ്ലിമീങ്ങളെ നോക്കിയിട്ട് പറയും, ഓ ഹിന്ദുവാ, ഓ കാഫിറ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കൂട്ടരെ നോക്കിയിട്ട് പറയും ഒക്കെ കാഫിരീങ്ങളാ. അല്ല, മുസ്ലിം സമൂഹത്തിൽ കാഫിരീങ്ങളുണ്ട്, കുഫറുള്ളവരുണ്ട്. കാരണം കഫറ എന്ന വാക്കിന്റെ അർത്ഥം മറച്ചു വെക്കുന്നവൻ എന്ന. ഇസ്ലാമിൽ കൃഷി ചെയ്യുന്ന ആളുകളെ കഫറ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അവൻ കഫറ ചെയ്യുന്നു, അവന്റെ വിത്ത് മണ്ണിനടിയിൽ മറച്ചു വെക്കുന്നത് കൊണ്ട് അവൻ കഫറ ചെയ്യുന്നു എന്ന് പറയുന്ന വ്യാഖ്യാനം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവരൊക്കെ കാഫിരീങ്ങള്, ഓലൊക്കെ കാഫിരീങ്ങള് ഇന്ന് വ്യാഖ്യാനിക്കാനും നമുക്ക് അവകാശമില്ല. കഫറ എന്ന വാക്കിന് മറച്ചു വെക്കുന്നവൻ എന്നുണ്ടെങ്കിൽ സത്യം അറിഞ്ഞിട്ടും ആ സത്യം മറച്ചു വെക്കുന്നവൻ കുഫർ ചെയ്യുന്നവനാ. ഏതുപോലെ ഇന്നതാണ് ശരി, നമ്മൾ ഇങ്ങനെയേ ചെയ്യാവൂ എന്ന് റസൂലുള്ളാഹിൽ നിന്ന് രേഖപ്പെടുത്തപ്പെട്ട സ്വഹീഹായ ഒരു കാര്യം കേട്ടിട്ടും ഞാനത് പ്രവർത്തിക്കുന്നതിൽ നിന്ന് നിഷേധിക്കുന്നുണ്ടെങ്കിൽ, ഹേയ് അങ്ങനെയൊന്നും ഉണ്ടാവൂല, അങ്ങനെയൊന്നും ഇപ്പോഴത്തെ കാലത്ത് നടക്കുകയില്ല എന്ന് പറയുന്നവൻ കുഫർ ചെയ്തവനാ, അവന് വേണ്ടി കോട്ടിമാട്ടിയവനാ. വയൗമ യുനാദീഹിം, വിളിച്ചത് അള്ളാഹ് വിചാരണ ചെയ്യുന്ന അന്ന് അള്ളാഹു അവരോട് പറയും, ഫയഖൂലു,
മാദാ അജബ്തുമുൽ മുർസലീൻ, നിങ്ങളുടെ പ്രവാചകന്മാർക്ക് നിങ്ങൾ കൊടുത്ത ഉത്തരം എന്താ? നിങ്ങളുടെ റസൂല് നിങ്ങളോട് പലതും പറഞ്ഞിട്ടുണ്ടല്ലോ, ആ പറഞ്ഞ വിഷയത്തിൽ നിങ്ങളെടുത്ത നിലപാടെന്താ എന്ന് അല്ലാഹു ചോദിക്കും. അതിനർത്ഥം ഒരു കാര്യം സ്വഹീഹായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വിശ്വസിച്ചേ മതിയാകൂ. പിന്നെ നമ്മളത് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് തർക്കം. എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് ദീനിലില്ല എന്ന് പറയാൻ പാടില്ല. ഉദാഹരണമായി ലോണ് പലിശ ഇസ്ലാമിൽ ഹറാമാക്കപ്പെട്ടതാ. ആവർത്തിച്ച് അല്ലാഹുവിന്റെ ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചതാ, ഫജ്തനിബു, നിങ്ങൾ മാറി നിൽക്കണം. അത് ഹറാമാണ്. അതിലെഴുതുന്നത്, അത് രേഖപ്പെടുത്തുന്നത്, സാക്ഷി നിൽക്കുന്നത്, അതിന്റെ ചെറിയൊരു അംശം പോലും പലിശ ഇടപാട് നിങ്ങൾക്ക് നിഷിദ്ധമാ. ഇത് കേൾക്കുമ്പോൾ മുസ്ലിമീങ്ങളിൽ തന്നെ ചിലര് ചോദിക്കും, എന്നിട്ടിപ്പാരാ ലോൺ എടുക്കാത്ത? നിങ്ങൾ തരുവോ മൗലവിയെ ലോണിന്റെ പൈസ? ആരാ സഹായിക്കാനുള്ളത്? നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ഹലാലാവുന്നില്ല. മറിച്ച് എന്തു പറയാം? ആ ദീന് വിശ്വസിക്കാം, അതിനെ പുച്ഛിക്കരുത്, അതിനെ പരിഹസിക്കരുത്. എന്നിട്ട് സ്വയം കുറ്റബോധത്തോടെ റബ്ബിനോട് പറയാം, മാറാനാവാത്ത സ്വന്തം മനസ്സിനെ പറ്റി അള്ളാഹുവിനോട് പറയാം, റബ്ബേ എനിക്ക് അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട്, എനിക്കതിൽ നിന്ന് രക്ഷപ്പെടണം, ഇനി അതിലേക്ക് പോകാത്ത നിലക്ക് ഇന്നിങ്ങൊന്ന് കാത്തു രക്ഷിക്കണം എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ എല്ലാവരും ചെയ്യുന്നില്ലേ? ആരാപ്പത് കേൾക്കാത്ത? ആരാപ്പ സംഗീതം ആസ്വദിക്കാത്ത? ആരാപ്പ ലോൺ എടുക്കാത്ത? ആരാപ്പ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? ഇതൊക്കെ ഇപ്പൊ ജീവിക്കാൻ പറ്റുന്നതാണോ എന്ന് പരിഹസിക്കലല്ല. പലതും നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സറിഞ്ഞ് പടച്ചവനോടൊന്ന് പറയാ, എനിക്ക് പറ്റുന്നില്ല റബ്ബേ, മാറണം, ഇനി ഒന്ന് ശുദ്ധമാക്കി തരണം, എനിക്കൊന്ന് തിരുത്തണം, എനിക്ക് ആ പലിശയിൽ നിന്ന് മാറണം, എനിക്ക് ആ പ്രയാസത്തിൽ നിന്ന് നീങ്ങണം എന്ന് പറയാ എന്നുള്ളതല്ലാതെ അത് കുഫ്റാക്കരുത്, അതിനെ ആക്ഷേപിക്കരുത്, അതിനെ മറച്ചു വെക്കരുത്, അതിനെ തള്ളിക്കടക്കരുത്. ഏതുവരെ ഒന്നും കൂടി ഉദാഹരണം പറഞ്ഞാൽ, വലത് കൈ കൊണ്ട് കുടിക്കണം, വലത് കൈ കൊണ്ട് ഭക്ഷിക്കണം, തിന്നുന്ന കൈകൊണ്ട് തന്നെ പിന്നെയും ഗ്ലാസ് എടുക്കുമ്പോ അതൊരു അറപ്പല്ലേ എന്നല്ല ചിന്തിക്കേണ്ടത്. അവിടെ ആ ഹദീസിനാണ് പ്രാധാന്യമെങ്കിൽ അറപ്പിനേക്കാൾ അതിന് പ്രാധാന്യം കൊടുക്കുക. അല്ലാതെ അത് അറപ്പല്ലേ, അത് പാരാ ചെയ്യല്, എല്ലാവരും ഇപ്പൊ അടുത്ത കൈകൊണ്ടൊക്കെ എന്നല്ലേ കുടിക്കല് എന്ന് പറയുന്ന ഒരു രീതി അത് ഇസ്ലാമിനോടും ദീനിനോടും കാണിക്കരുത് എന്നാ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത്. ചെയ്യാൻ പറ്റുന്നത് അല്ലാഹുവോട് പറയണം, പറ്റാത്തതിന് പടച്ചവനോട് പാശ്ചാത്തപിച്ച് മടങ്ങണം. പറ്റിപ്പോകുന്നു റബ്ബേ, അബദ്ധത്തിൽ ചാടിപ്പോകുന്നു റബ്ബേ, ഞാൻ ഒരിക്കലും നിന്നെ പുച്ഛിക്കുന്നില്ല റബ്ബേ, നിന്റെ റസൂലുള്ളാഹിനെ ഞാൻ പരിഹസിക്കുന്നില്ല റബ്ബേ, എനിക്കൊരു മാറ്റങ്ങി തരണം റബ്ബേ എന്ന് പറയാന്നല്ലാതെ അതിനെ കുഫറാക്കിയവനും മറച്ചു വെച്ചവർക്കും അള്ളാന്റെ ചോദ്യമുണ്ടാകും. ഈ രണ്ട് ചോദ്യങ്ങളാണ് ആദ്യം പടച്ച റബ്ബിന്റെ മുൻപിലേക്ക് ചെല്ലുമ്പോ അള്ളാഹുവിന് ചോദിക്കാനുള്ളത്. ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരല്ലെങ്കിൽ തുടർന്ന് അങ്ങോട്ടൊരു ചോദ്യത്തിനും പടച്ചോൻ ഉത്തരം കണ്ടെത്താൻ സമ്മതിക്കൂല. കാരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ തൗഹീദില്ലാത്തവന് പിന്നെ നമസ്കാരത്തിന്റെ കൂലില്ല, നോമ്പിന്റെ കൂലില്ല, പിന്നോൻ ഇബാദത്തിന്റെ കൂലില്ല. ശിർക്കില്ലെങ്കിൽ എല്ലാം പടച്ചോൻ കൂലി തരികയും ചെയ്യും, പൊറുക്കാനുള്ള പലതും പടച്ചോൻ പുറത്തരുകയും ചെയ്യും. ആ തിരിച്ചറിവോടെ അള്ളാന്റെ ദീനിനെ ഹൃദയത്തോട് സ്വീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു പുതിയ വർഷത്തേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുന്നവരും പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് നമ്മളെല്ലാവരും. ഹിജ്റ 1447 വർഷത്തിലേക്ക് ഒരുപക്ഷെ ഹാപ്പി ന്യൂ ഇയറുകൾ ആഘോഷിക്കുന്ന നമ്മളിൽ പലർക്കും അതെപ്പോഴാണ് എന്ന് ആ മാസം നമ്മൾ ആകെ തിരയുന്നത് മക്കളുടെ കല്യാണത്തിന്റെ കത്തിലടിക്കാനാണോ എന്ന് ചിന്തിക്കപ്പെടുന്ന, അത്രമാത്രം ആ ചരിത്രത്തിന്റെ ഓർമ്മകൾ ഇല്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് നമ്മളെല്ലാവരുമാണ്. പക്ഷെ അതിനേക്കാൾ ഏറെ സങ്കടകരം ആ ഒരു പുതുവർഷത്തിന്റെ ആദ്യ ദിവസങ്ങൾ പോലും പവിത്രമാക്കപ്പെട്ട മുഹറം മാസത്തെ ഏറ്റവും ദുശകുനത്തിന്റെ മാസമായി കാണുന്നവരാണ് ഷിയാക്കൾ. നമുക്കറിയാം, ഷിയാക്കൾ ഉത്ഭവിക്കുന്നത് പോലും അലി പക്ഷത്തിനു വേണ്ടിയിട്ടാണ്.
അലി റളിയല്ലാഹു അൻഹുവിനെ ചതിച്ചു കൊല്ലാൻ വേണ്ടി അലിയുടെ പക്ഷക്കാരായി കൂടി മുസ്ലിം സമൂഹത്തിൽ ഭിന്നതയും ഛിദ്രതയും ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കടന്നു വന്നവരാണ് ഖവാരിജുകൾ. ആ ഖവാരിജുകളുടെ പതിപ്പാണ്, പിന്തുടർച്ചക്കാരാണ് ഷിയാക്കൾ. ആ ഷിയാക്കൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു വിശ്വാസം, മുഹറം മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്കിടയിലാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബല എന്ന സ്ഥലത്ത് വെച്ച് മൃഗീയമായി കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് മുഹറം മാസം 1 മുതൽ 10 വരെ ദുശകുനമാണ്. ഒരിക്കലും ആ ദിനങ്ങളിൽ ഒരു നല്ല കാര്യം ചെയ്യരുത്. വീട്ടുകൂടലോ ഉദ്ഘാടനോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്ന അതേ ഷിയാക്കളുടെ വിശ്വാസം ഇന്ന് കേരളത്തിലെ ചില കലണ്ടറുകളിലുണ്ട്. അതേത് കലണ്ടറുകളാണ് എന്ന് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാനും പറ്റും. ഷിയാക്കൾ ലോകത്തിന് കൊടുത്ത 2 രീതിയാണത്. ഒന്ന്, ഖബർ വിശ്വാസം, ഖബറിനെ ആരാധിക്കുക. രണ്ടാമത്തത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ചരിത്രം അലിയുടെ പക്ഷത്തേക്ക് തിരിച്ചുവിടുക. രാജ്യമാക്കപ്പെട്ട ഇറാനിനെ നമ്മൾ ഇസ്രായേലിന്റെ കിരാത നടപടിക്കെതിരെ പ്രതികരിച്ചെങ്കിലും ഓർമ്മപ്പെടുത്തപ്പെട്ടു, ഇറാനിന്റെ ആദർശം ഒരിക്കലും മുസ്ലിം ആദർശത്തിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നതല്ല. അതിന്റെ ഒരു പരിണിത ഫലമാണ് ഈ മുഹറം മാസം. ഇനി അങ്ങോട്ട് 10 ദിവസം ഷിയാക്കളുടെ പള്ളികളിൽ സ്വന്തം മാറുകൾ കുത്തി തീർക്കുന്ന, മാറുകളും മുഖങ്ങളും കമ്പികളെ കൊണ്ടും കത്തികളെ കൊണ്ടും മാന്തി കയറുന്ന കുത്ത് ആത്തീബുകളെ പോലെ രക്തച്ചൊരിച്ചിലുകൾ സ്വയം അവർ ശരീരത്തിൽ നടത്തിക്കൊണ്ടിരിക്കും. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, അള്ളാഹ് പരിശുദ്ധമാക്കിയ 4 മാസങ്ങളിൽ ഒന്ന് മുഹറം മാസമാണ്. അള്ളാഹ് പരിശുദ്ധമാക്കിയതിനെ ഏറ്റവും ദുശകുനത്തിന്റെ മാസമായി കാണുന്നവർ. മഹാനായ ഇബ്നു അജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ, ഷിയാക്കളാണ് ഇത് കൊണ്ടുവന്നതെന്നും ഷിയാക്കളുടെ വിശ്വാസം ഇന്ന് മനുഷ്യ സമൂഹത്തിലേക്ക് സ്വാധീനിക്കപ്പെടുന്ന രീതിയിൽ ആളുകൾക്ക് ഭംഗി തോന്നിപ്പിക്കുന്ന ഒരു പ്രതികാര മനോഭാവത്തോടുകൂടി അവതരിപ്പിക്കുന്നുണ്ട് എന്നും ഇബ്നു ഹജറുൽ ഹൈതമി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും ഈ ദിവസത്തെ ദുശകുനമായിട്ടല്ല പവിത്രമാസമായി കണ്ട് ആ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമ്മളെ കൊണ്ട് പറ്റണം. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്കായി റബ്ബ് നിശ്ചയിച്ച ആയുസ്സിൽ നിന്ന് 1 കൊല്ലം കുറഞ്ഞു എന്നുള്ളതാണ്. നമ്മളെ ആയുസ്സിൽ നിന്നും പടച്ച റബ്ബ് നിശ്ചയിച്ച 1 കൊല്ലം കഴിഞ്ഞു. എത്ര പേർക്ക് സന്തോഷം ഉണ്ടാകും? നിങ്ങൾക്കെല്ലാവർക്കും 45 വയസ്സ് വരെ പടച്ചോൻ അവസരം തന്നിട്ടുള്ളൂ. അല്ല, 60 വയസ്സ് വരെ പടച്ചോൻ നിങ്ങൾക്കും സമയം തന്നിട്ടുള്ളൂ. ആ 60-ൽ അള്ളാഹ് നിശ്ചയിച്ചതിൽ 1 കൊല്ലം തീർന്നു എന്ന് പറയുമ്പോ സത്യത്തിൽ പടച്ചോനോട് കൂടുതൽ അടുത്തു നന്നാവാനാണോ, അല്ലെങ്കിൽ ആ കഴിഞ്ഞു പോയ 1 കൊല്ലം ആഘോഷിച്ച് കേക്ക് മുറിക്കാനാണോ നമ്മൾ തയ്യാറാവേണ്ടത്? അതുകൊണ്ട് ഇസ്ലാമിൽ ബർത്ത്ഡേ ആഘോഷമില്ലെന്നും നഷ്ടപ്പെട്ടു പോയ വയസ്സിനെ ആഘോഷിച്ചിട്ടല്ല, അള്ളാന്റെ കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തണമെന്നും മുസ്ലിം പണ്ഡിതന്മാർ പറയാനുള്ള കാരണം, നഷ്ടപ്പെട്ടു പോയ ആയുസ് ആഘോഷിച്ചു തീർക്കുന്ന ഒരു വിഡ്ഢികൾ ഉണ്ടെങ്കിൽ അതിന്ന് നമ്മൾക്കിടയിലുള്ള കുറെ വിഡ്ഢികളാണ്. ഭാര്യന്റെ കൂടെയുള്ള 15 കൊല്ലം ആഘോഷിച്ച് തീർത്ത്, ഇനി ആഘോഷിച്ചു തീർത്തു എന്നുള്ള അഭിമാനത്തോടുകൂടി ആ ആയുസിനെ ഇനിയും പടച്ചോനെ എനിക്ക് ഇനി ഒരുപാട് കാലം കിട്ടണം എന്നല്ല, കിട്ടിയത് അടിച്ചു പൊളിച്ചു എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്ന ഒരു വിഡ്ഢികളുടെ കാലം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ നിന്ന് എന്ത് നമുക്ക് കിട്ടി എന്ന ചിന്തയാണ് വർഷങ്ങൾ പോകുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. നാളേക്ക് നിങ്ങൾക്ക് എന്തുണ്ട് എന്ന് ചിന്തിക്കുമ്പം ഇന്നത്തെ ഹാപ്പി ന്യൂ ഇയർ പോലും നിങ്ങൾ ഒരുപാട് ചിന്തിപ്പിക്കും. ആ തിരിച്ചറിവോടുകൂടി ഹിജ്റയുടെ ചരിത്രത്തിൽ നിന്ന് ആ പാഠം ഉൾക്കൊണ്ട് മുൻപോട്ട് പോകാൻ, ആ മാസത്തിന്റെ ഗൗരവത്തോടെ അതിനെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവെ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും മനസ്സ് വേദനിച്ച് ജീവിക്കുന്ന, ശരീരം പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് നാഥ ഞങ്ങളുടെ കൂട്ടത്തിൽ. എല്ലാ അസുഖവും എളുപ്പത്തിൽ ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ
അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അള്ളാഹുവെ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. അങ്ങേയറ്റം അസുഖം ബാധിച്ച് സ്വദേശത്തും വിദേശത്തുമായി കഴിയുന്നവർ, എല്ലാവരുടെ അസുഖവും എളുപ്പത്തിൽ ശിഫ നൽകി ആരോഗ്യത്തോടെ ഇസ്സത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. നാദാ, മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, ഓരോരുത്തരുടെ ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അള്ളാഹുവേ, ഹലാലായ രീതിയിൽ സാമ്പത്തികമായി മുന്നോട്ടു പോകാനും ഹറാമായ ലോണ് പോലെയുള്ള കടബാധ്യത പോലെയുള്ള ബാധ്യതകളിൽ പെട്ടുപോയിട്ടുണ്ട് എങ്കിൽ അതെല്ലാം നല്ല നിലക്ക് അവസാനിപ്പിച്ച് ഒരു നല്ല സ്വാലിഹായ ജീവിതത്തോടു കൂടി നിന്നെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ അൻസുർ ലിഗസ്സ, ഗസ്സയിലടക്കം ലോകത്തിന്റെ നാനാഭാഗത്ത് ക്രൂരമായി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പട്ടിണി കിടക്കുന്ന, മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് ആത്യന്തികമായ വിജയവും സമാധാനത്തിലേക്കും നീ എത്തിക്കുകയും മുവഹിദീങ്ങളായി ജീവിച്ചു മരിക്കാൻ ഓരോ ജനതക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.